Agreement organization secretary Burma ഇതിന്റെ അധ്യക്ഷനായിരിക്കുന്ന കന്യാസ്ത്രീ കത്തോലിക്ക കോൺഗ്രസിന് ആദരണീയനായ അധ്യക്ഷൻ ബുദ്ധി സദാശിവൻ സാറ്, കന്യാസ്ത്രീ അംബേദ്കറുടെ കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ബഹുമാനപ്പെട്ട സദാശിവൻ കന്യാസ്ത്രീ ബഹുമാനപ്പെട്ട റെക്കോർഡിംഗ് ബഹുമാനപ്പെട്ട കത്തോലിക്ക കോൺഗ്രസിന്റെ ജോയിന്റ് ഡയറക്ടർ രാജേഷ് സാറ്, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട കത്തോലിക്ക കോൺഗ്രസിന്റെ ആദരണീയരായ ഗ്ലോബൽ അധികൃത വേദിക ഭാരവാസികളെ, നേതാക്കന്മാരെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, പ്രിയ കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും പ്രവർത്തകരും ഈ പരിപാലനമായ സെക്രട്ടേറിയറ്റിന്റെ മുൻപില് ഭരണസമരത്തിനായി വന്നിരിക്കുന്നുവെങ്കിൽ അതിനൊരു കാരണമുണ്ട്. നാളുകളായി നിലവിളിക്കുന്ന വിരവിളി കൂട്ടുന്ന മലബാർ നർത്തന ക്രിസ്ത്യാനികളുടെ സമുദായ സംഘടനയായി കത്തോലിക്ക കോൺഗ്രസിനോട് പല കാലങ്ങളായി ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ വർണ്ണങ്ങളിൽ പതിക്കുന്നു എന്നുള്ള ഒരു ചിന്തയുള്ളതിനാണ് നമ്മുടെ വളരെ പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു ഭരണം ഈ ജൂലൈ 2 നമ്മുടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിപാലനമായ ഒരു ജൂലൈ 3 ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പിതാവ് ഭാരതത്തിൽ വന്ന് അദ്ദേഹത്തിന്റെ ജീവൻ കഴിച്ച ദിനമാണ് ജൂലൈ 3 ദുഃഖാനത്തിനാണ്, അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമാണ്. ദിനം എന്ന പേരോടെ നിങ്ങൾ ഓർമ്മിച്ച് ആഗ്രഹിക്കുന്ന ഈ ദിനം കത്തോലിക്ക സമുദായത്തിൽപ്പെട്ട നിങ്ങൾക്ക് അവധി ദിനമായി ലഭിക്കണമെന്ന് സർക്കാരിനോട് ഒന്നടങ്കം ആവശ്യപ്പെടുവാനാണ് ഈ തലത്തിൽ ഭരണം ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് വെറുമൊരു വിവേചനപരമായ അവകാശമൊന്നുമല്ല. നമ്മൾ പരിശോധിച്ചാൽ ഈ നാട്ടിലെ ബഹുമാനപ്പെട്ട സ്വാഗതം ചെയ്യുന്നു. ഈ നാട്ടിലെ മറ്റു സമുദായങ്ങളെ നമ്മൾ നോക്കിയാൽ അവരുടെയൊക്കെ പ്രധാനപ്പെട്ട ദിനങ്ങൾ ഗവൺമെന്റുകള് അവധിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദരണീയരായ മഞ്ഞത്ത് പത്മനാഭന്റെ ജനം മഞ്ഞൻ ജയന്തി ദിനമായിട്ട് പൊതുവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ശ്രീനാരായണ ഗുരു സമാധി ദിനത്തിന് പൊതു അവധിയാണ്. അതുപോലെ വിശ്വകർമ്മ ദിനത്തിന് വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ടവർക്ക് റെസ്ട്രിക്റ്റഡ് ഹോളിഡേ അനുവദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് സീറോ മലബാർ സഭയിലെ മർത്തോമ ക്രിസ്ത്യാനികൾക്ക് ജൂലൈ 3 ഒരു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്? ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ആണെങ്കിൽ അവർക്കിത് സാധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ആദ്യത്തെ ആവശ്യം ജൂലൈ 3 മർത്തോമ ക്രിസ്ത്യാനികൾക്ക് പരിപാലനമായ ഈ സെന്റ് തോമസ് ദിനം പൊതു അവധിയായിട്ട് ഗവൺമെന്റ് പ്രഖ്യാപിക്കണം. 2, ക്രൈസ്തവ സമൂഹങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഗണിക്കുവാൻ വേണ്ടി ഈ ഗവൺമെന്റ് തന്നെ നിശ്ചയിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന JB-കോശി കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തണം. പ്രിയപ്പെട്ടവരെ, ആ നിർദ്ദേശം നടപ്പിൽ വരുത്തുന്നതിന് മുമ്പ് ഈ കമ്മീഷൻ ഈ നാട്ടില് ഈ ഗവൺമെന്റിന് സമർപ്പിച്ച നിർദ്ദേശങ്ങൾ എന്താണ് എന്ന് ആ റിപ്പോർട്ട് പൂർണ്ണമായ തരത്തില് പുറത്തുവിടണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. ഇവിടെ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ സർക്കാരുകൾ ചില ഗിമ്മിക്കുകൾ കാട്ടി ഞങ്ങളുടെ സമുദായത്തെ പറ്റിക്കുകയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്രിസ്ത്യാനികളെ ക്രൈസ്തവരെ ആശ്വസിപ്പിക്കാനെന്ന മട്ടില് അവരുടെ പിന്നോക്കാവസ്ഥയെ പഠിക്കാൻ വേണ്ടി JB-കോശി കമ്മീഷനെ നിയമിച്ചു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ആ കമ്മീഷന് പ്രവർത്തിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളെ ഗവൺമെന്റ് ഒരുക്കി കൊടുത്തില്ല. ഒരു ഓഫീസ്, കമ്പ്യൂട്ടർ സംവിധാനങ്ങളെ അവർക്ക് കിട്ടിയില്ല. JB-കോശി കമ്മീഷൻ ഒരു നോക്കുകുത്തിയായിരുന്നപ്പോൾ ഈ നാട്ടിലെ ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭ വളരെ കൃത്യമായി ഇടപെടുകയും മുറവിളി കൂട്ടുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് അത്യാവശ്യ സൗകര്യങ്ങളും കിട്ടിയത്. ഈ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് JB-കോശിയെ ഞാൻ കണ്ണൂരിൽ എത്തിപ്പോയി കണ്ടതാണ്. അദ്ദേഹം തന്നെ ഈ കാര്യം എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട ചാണ്ടി എമ്മിനെ പോലെയുള്ള നേതാക്കന്മാർ ഇവിടെയുണ്ട്, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട MLA ഇവിടെയുണ്ട്. ഇവർക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയാവുന്നതാണ്. ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിയമസഭയിൽ നിങ്ങൾ ഈ സമുദായത്തിന് വേണ്ടി സംസാരിക്കണം.
ക്രൈസ്തവ സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥയെ പരിഗണിക്കുവാനും അത് പരിഗണിക്കുവാനും രാഷ്ട്രീയ നേതാക്കളായ നിങ്ങൾക്കും കടമയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇനി മുതൽ ഈ സമുദായം ഒറ്റക്കെട്ടായി കത്തോലിക്ക കോൺഗ്രസിന്റെ ബാനറിൽ അണിനിരത്തിയെന്നതിന് യാതൊരു സംശയവും വേണ്ട. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലേക്ക് നിങ്ങളെന്ന് കണ്ണോടിച്ചു നോക്കിയാൽ മതി. ഞങ്ങൾ ഒരുമിച്ച് നിന്നാൽ ഈ നാടിന്റെ വിജയം മാറ്റിമറിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങളുടെ ആളുകളെ കാണിച്ചു കൊടുത്തു. ഇത് എല്ലാ മുന്നണികൾക്കുള്ളൊരു മുന്നറിയിപ്പാണ്. ഞാൻ തലശ്ശേരിയിൽ വെച്ച് ഒരു പൊതുസമ്മേളനത്തിന് ഇലക്ഷന് മുമ്പ് പറഞ്ഞു, കത്തോലിക്ക കോൺഗ്രസ് നടത്തിയാൽ ചില മണ്ഡലങ്ങളിൽ ഒരാളെ വിജയിപ്പിക്കാൻ സാധിക്കുമെന്നായിരിക്കാം. പക്ഷേ ഈ കേരളത്തിലെ കത്തോലിക്ക കോൺഗ്രസിന് ഇന്ന് ആർജിച്ചെടുത്തിരിക്കുന്ന ശക്തി അനുസരിച്ച് ഏത് മണ്ഡലത്തിലും ഏത് സ്ഥാനാർത്ഥിയെയും ഞങ്ങൾ വിചാരിച്ചാൽ തോൽപ്പിക്കുവാൻ സാധിക്കും. ഇതൊരു മണ്ഡലം പാർട്ടി ലഭിക്കണം. ഇവിടെയുള്ള ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ആ പാർട്ടിയിലെ ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു മന്ത്രിയോട് ഉപദേശിച്ചതായിട്ട് കേട്ടു. നിങ്ങൾ മുത്തവന്മാരെയും നേതാക്കന്മാരെയും അവഗണിച്ചാൽ മതി എന്ന്. കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വെറും നിസാര ആളുകളല്ല. ഞങ്ങളുടെ അഭിമന്യ പിതാക്കന്മാരോടുകൂടെ, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വൈദികരോടുകൂടെ, ഞങ്ങളുടെ അഭിപ്രായ നേതാക്കൾ ഒരുമിച്ച് നിന്ന് കേരളത്തിൽ അങ്ങോളമങ്ങോളം ശക്തമായി നിൽക്കുവാൻ ഞങ്ങൾക്കിന്ന് ശക്തിയുണ്ടായത് നിങ്ങൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക കോൺഗ്രസിനോട് ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും.